സംഭവ ബഹുലമായ നമ്മുടെ സ്വന്തം മസ്തിഷ്കം ഒരു മനുഷ്യ ശരീരത്തിലെ സകല നാഡീവ്യവസ്ഥയുടെ ഉറവിടമാണ് തലച്ചോറ്. ചിന്താശേഷി, വികാരം, ഓർമ്മ, ശ്വസനം, ഹൃദയമിടിപ്പ്, പേശികളുടെ ചലനം തുടങ്ങി ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പോൾ അത്രയേറെ സവിശേഷമായ നമ്മുടെ സ്വന്തം തലച്ചോറിനെ കുറിച്ച് ഒന്ന് നോക്കി വരാം. മസ്തിഷ്കത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായി തരംതിരിക്കാം. സെറിബ്രം, തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം. ചിന്ത, ഓർമ്മ, ബുദ്ധി, സംസാരം, ഇന്ദ്രിയ അനുഭവങ്ങൾ എന്നീ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ്. ഇതിനെ വലത്, ഇടത് അർദ്ധഗോളങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. വലതുഭാഗം ശരീരത്തിന്റെ ഇടതുഭാഗത്തെയും ഇടതുഭാഗം ശരീരത്തിന്റെ വലതുഭാഗത്തെയും കൺട്രോൾ ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് എഴുതുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. അതുപോലെ തന്നെ ഇടതുവശം ഉപയോഗിച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത് വലതുവശവും. അടുത്തത് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം ചെറിയ തലച്ചോർ എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും പേശികളുടെ സുഗമമായ ചലനങ്ങൾക്കും എന്നിവയ്ക്കൊക്കെ സഹായമാകുന്നത് ഈ സെറിബെല്ലമാണ്. ഉദാഹരണത്തിന്, നടക്കുമ്പോഴും എഴുതുമ്പോഴുമെല്ലാം ഈ സെറിബെല്ലം നമ്മെ സഹായിക്കുന്നു. ബ്രെയിൻ സ്റ്റെം, തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം. ഇവ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശ്വസനം, രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുവാനുള്ള കാര്യങ്ങൾ ഇവ നിയന്ത്രിക്കുന്നു. ഇവയുടെ ഭാഗമായി വരുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ, പോൺസ്, മിഡ് ബ്രെയിൻ എന്നിവ. ഇനി ഇവയൊക്കെ കൂടാതെ മറ്റ് ചില പ്രധാന ഭാഗങ്ങളും മസ്തിഷ്കത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തലാമസ്, ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ തലച്ചോറിന്റെ ശരിയായ ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഈ തലാമസ് ആണ്, അതായത് ഒരു റിലേ സ്റ്റേഷൻ. അടുത്തത് ഹൈപ്പോ തലാമസ്, ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടാതെ വിശപ്പും ദാഹവും പിന്നെ ഹോർമോൺ ഉത്പാദനവും ഈ ഹൈപ്പോ തലാമസ് ആണ് നിയന്ത്രിക്കുന്നത്. ലിംബിക് സിസ്റ്റം, മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഇത്. വികാരം, സന്തോഷം, ദേഷ്യം, ഭയം, പിന്നെ ഓർമ്മ തുടങ്ങിയ കാര്യങ്ങൾ ഈ ലിംബിക് സിസ്റ്റം നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇത്രയേറെ സവിശേഷമായ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ വെറും വിരലിൽ എണ്ണാവുന്ന കണക്കല്ല, കോടിക്കണക്കിന് വരും. അങ്ങനെയുള്ള ഈ നാഡീകോശങ്ങൾ പരസ്പരം വൈദ്യുത രാസ സന്ദേശങ്ങൾ കൈമാറിയാണ് നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് പ്രവർത്തിക്കുവാൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുന്ന ഊർജത്തിന്റെ 20% എടുക്കുന്നു. ഇനി ഈ 20% എന്നത് ഒരു ശാരീരിക കണക്ക് മാത്രമാണ്. ഓരോ വ്യക്തികളുടെയും ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ചും പ്രായം, ആരോഗ്യ അവസ്ഥ എന്നിവ അനുസരിച്ച് ഈ കണക്കിൽ മാറ്റം വരാം. ഇനി കുട്ടികളിൽ തലച്ചോറിന്റെ വികസനം വളരെ വേഗത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ 50 മുതൽ 60% വരെ ഈ തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. പ്രായപൂർത്തിയായവരിൽ ഇത് 20% കാണപ്പെടുന്നു. അതുപോലെ തന്നെ പ്രായം കൂടുമ്പോൾ തലച്ചോറിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയുന്നതിനാൽ തലച്ചോറിന്റെ ഊർജ ഉപഭോഗവും കുറയുന്നു. ശരീരഭാഗവും പേശീബലവും ഈ 20% കണക്കാക്കുന്നത് ആകെ ശരീരഭാരം കണക്കാക്കിയും കൂടിയാണ്. കഠിനമായ വ്യായാമം ചെയ്യുന്നവർക്ക്, അതുമല്ലെങ്കിൽ പേശികൾ കൂടുതലുള്ള വ്യക്തികൾക്ക്, അതായത് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ഈ 20%-ൽ നിന്നും താഴേക്ക് വന്നേക്കാം. മെന്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ്. പുതിയ വിദ്യകൾ പഠിക്കുമ്പോൾ
കഠിനമായ കണക്കുകൾ കൂട്ടുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തലച്ചോറിലെ ചില പ്രത്യേക ഭാഗങ്ങളിലേക്കുള്ള പ്രവർത്തനവും ഊർജത്തിന്റെ ഉപഭോഗവും വർദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ തീവ്രമായ ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, ഭയം എന്നിവ അനുഭവിക്കുന്ന സമയത്ത് തലച്ചോറിന്റെ നാഡീപ്രവർത്തനങ്ങൾ കൂടുകയും ഊർജ ഉപയോഗത്തിൽ വ്യത്യാസം വരികയും ചെയ്യും. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനമായ ശരീരഭാഗമായ മസ്തിഷ്കത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.